إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ വർഗത്തെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു വലിയ ഉത്തരവാദിത്തമാണ് അമാനത്ത് എന്ന് പറയുന്നത്. അർത്ഥം പറയാതെ തന്നെ മലയാളത്തിൽ തന്നെ ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ് അമാനത്ത്. വിശ്വാസ്യത അല്ലെങ്കിൽ വിശ്വസിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു കാര്യം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. മൊത്തത്തിൽ എല്ലാ തരത്തിലുള്ള അമാനത്തുകളും അതിന്റെ ശരിയായ അർഹതയോടുകൂടി നിർവഹിക്കണമെന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സുന്നത്തിലൂടെയും മനുഷ്യവർഗത്തോട് കൽപ്പിക്കുകയും അത് ലംഘിക്കുന്ന ആളുകളെ കുറിച്ചുള്ള താക്കീതുകൾ നൽകുകയും ചെയ്തിട്ടുള്ള വിഷയമാണ്. പണ്ഡിതന്മാർ അതിന്റെ വിവിധ വശങ്ങളെ വിശദീകരിച്ചത് നമുക്ക് കാണാം. അമാനത്ത് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ രണ്ടു തരമുണ്ട്. ഒന്ന്, അല്ലാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ. രണ്ടാമത്തേത്, മനുഷ്യർ പരസ്പരം പാലിക്കേണ്ട അമാനത്തുകൾ. ഇത് രണ്ടും പാലിക്കൽ അനിവാര്യമായ, വീഴ്ച വരുത്താനോ കുറവ് വരുത്താനോ പാടില്ലാത്ത സംഗതികളാണ്. അള്ളാഹുവിനോടുള്ള അല്ലെങ്കിൽ അള്ളാഹു നമ്മിൽ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്ത് വിശ്വസിച്ചേൽപ്പിച്ച കാര്യം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടികളായ മനുഷ്യർ അള്ളാഹുവിനെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും ആ ആരാധനയുടെ ഇനങ്ങളിൽപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ നിർവഹിക്കുകയും ചെയ്യുക എന്നതാണ്. എല്ലാ മതപരമായ കാര്യങ്ങളും ഈ അർത്ഥത്തിൽപ്പെടും. അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ, അത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത് നമസ്കാരം, നോമ്പ്, സക്കാത്ത് തുടങ്ങിയിട്ടുള്ള എല്ലാ ഇബാദത്തുകളും അത് നിർവഹിക്കണം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ മുന്നിൽ അവതരിപ്പിക്കുകയും മനുഷ്യൻ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ള അമാനത്താണ്. രണ്ടാമതായി, മനുഷ്യർ തമ്മിലുള്ള അമാനത്തുകൾ. അതിൽ ഒരാൾ തന്റെ സ്വത്ത്, പണമോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ പറമ്പോ അതുപോലുള്ള എന്തുമാകട്ടെ സാമ്പത്തികമായ എന്തെങ്കിലും ഒരു വസ്തുവോ ഒരു കാര്യമോ മറ്റൊരാളെ കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ സൂക്ഷിക്കാനോ ആയി അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കാനായി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അമാനത്താണ്. ഇത് കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. അതിൽ യാതൊരു തരത്തിലുള്ള വീഴ്ചയും വരുത്താൻ പാടില്ല. ഇനി സമ്പത്തല്ലാതെ ഒരാളെ ഒരു പ്രത്യേകമായ ഉത്തരവാദിത്തമോ അല്ലെങ്കിൽ പൊതുവായ ഒരു ഉത്തരവാദിത്തമോ ഏൽപ്പിച്ചു എന്ന് വിചാരിക്കുക. ഒരു കാര്യം നിർവഹിക്കുക എന്ന ഒരു ബാധ്യത ഒരാളെ ഏൽപ്പിച്ചു, അത് അയാൾ ഏറ്റെടുത്തു എങ്കിൽ അത് ഒരു ഉത്തരവാദിത്തമാണ്, അമാനത്താണ്. ആ അമാനത്ത് അത് നിർവഹിക്കേണ്ട രീതിയിൽ അയാൾ നിർവഹിക്കേണ്ടതുണ്ട്. ഇതിന്റെ വൃത്തത്തിൽ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാതെ തന്നെ, ഉദാഹരണത്തിന് ഒരു ജോലി ചെയ്യാൻ ഒരാളെ ഏൽപ്പിച്ചു, ഇന്ന സംഗതി ഇന്നതുപോലെ നിർവഹിക്കണം. ഒരു ഉത്തരവാദിത്തം ഒരാളെ ഏൽപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു പള്ളി അല്ലെങ്കിൽ മദ്രസ അല്ലെങ്കിൽ ഒരു സ്ഥാപനം അത് നടത്തിക്കൊണ്ടുപോകണം. അപ്പൊ അതിന് ഒരു ഉത്തരവാദപ്പെട്ട ആളെ ഏൽപ്പിച്ചാൽ അയാൾ അത് ഏറ്റെടുക്കുകയും ചെയ്താൽ അത് അയാളുടെ മേലുള്ള അമാനത്തായി. അത് എങ്ങനെയാണോ നടത്തിക്കൊണ്ടുപോകേണ്ടത് അതിന്റെ പൂർണ്ണമായ അർഹതയോടുകൂടി ബാധ്യതകളോടുകൂടി അയാളത് പാലിക്കേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ അള്ളാഹുവുമായി മനുഷ്യരുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മനുഷ്യരിലുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി രണ്ട് വ്യക്തികൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് കൂട്ടം ആളുകൾ തമ്മിൽ പരസ്പരം ഉണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരാളെ കുറിച്ച് മറ്റൊരാൾക്ക് അറിയാവുന്ന ഒരു കാര്യം, അയാളുടെ സ്വകാര്യ ജീവിതമോ അല്ലെങ്കിൽ അയാളുടെ മറ്റു വല്ല സംസാരങ്ങളോ എന്തെങ്കിലും പുറത്തറിയാൻ അയാൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളോ അങ്ങനെ വല്ലതുമുണ്ടെങ്കിൽ അതും പുറത്ത് പറയാതിരിക്കുക, അത്തരം കാര്യങ്ങൾ ചിക്കിച്ചഴഞ്ഞ് അന്വേഷിക്കാതിരിക്കുക, അതും ഒരു അമാനത്താണ്. ഒരു സംസാരം മറ്റൊരാളോട് സംസാരിക്കുന്നു, ആ സംസാരം സാധാരണഗതിയിൽ മറ്റൊരാൾ അറിയാൻ ഈ പറയുന്ന ആള് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ആ രഹസ്യം ആരോട് പറഞ്ഞുവോ അയാൾ സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം അയാളിൽ ഉള്ള ഒരു അമാനത്താണ്. എന്നിട്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം, ഒരാൾ മറ്റൊരാളോട് നീ ഇത് ആരോടും പറയരുത്, നിന്നോട് മാത്രമായി ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞാൽ ആ സംസാരം പുറത്തു പറയുന്നത് അമാനത്തിലുള്ള ലംഘനമാണ്. ഇനി അങ്ങനെ ഇത് നീ ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഹദീസിൽ തന്നെ വന്നിട്ടുള്ള വാചകങ്ങളുണ്ട്. ആ വാചകം സ്വഹീഹാണോ അല്ലേ എന്നത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ലൈഫാണെന്ന്
ആണെന്ന് പറഞ്ഞ ആളുകൾ പോലും ഈ വാചകത്തെ എടുത്തുദ്ധരിച്ചത് കാണാൻ സാധിക്കും. ഒരാൾ മറ്റൊരാളോട് ഒരു സംസാരം നടത്തുന്നു, നീ അത് ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ സംസാരിച്ചതിന് ശേഷം ആരോട് സംസാരിച്ചുവോ അയാളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കും. അങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ അതിന്റെ അർത്ഥം ഇത് ഞാൻ നിന്നോട് സ്വകാര്യമായി പറഞ്ഞതാണ്, നീ ആരോടും പറയരുത് എന്നാണ് ആ തിരിഞ്ഞുനോട്ടത്തിന്റെ അർത്ഥം. അതുകൊണ്ടാണ് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ല, സാഹചര്യങ്ങളിൽ നിന്ന് ആ പറയുകയും അയാളുടെ പെരുമാറ്റത്തിൽ നിന്നും അയാളുടെ സൂക്ഷ്മതയിൽ നിന്നുമൊക്കെ മറ്റു സാഹചര്യ തെളിവുകളിൽ നിന്ന് ഇത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ബോധ്യപ്പെട്ടതായാൽ പോലും, അതായത് ഇത് മറ്റാരോടും പറയരുത് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അയാൾ അത് മറ്റാരും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല, മറ്റാരും അറിയാൻ ആഗ്രഹിക്കുന്നില്ല, മറ്റാരോടും പറയുന്നത് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് അമാനത്തിൽപ്പെട്ടതാണ്. അത്തരം കാര്യങ്ങൾ അടുത്ത സുഹൃത്തിനോടായാൽ പോലും, എതിരാളിയോടല്ല, അടുത്ത ആളോടാണെങ്കിൽ പോലും അത് വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട ഒരു അമാനത്ത് എന്നുള്ള നിലക്ക് അത് പറയൽ അനുവദനീയമാവുകയില്ല. ഫഇന്നഹു ലാ യജൂസു ലക അൻ തുഫ്സിയഹു. ശൈഖ് ഉസൈമീന്റെ വാചകമാണ്. ഇത്തരം ഒരു കാര്യം മറ്റൊരാളോട് പ്രചരിപ്പിക്കുന്നത് അതിനക്ക് അനുവദനീയമാകാത്ത, അമാനത്തിൽ കളങ്കമേൽപ്പിക്കുന്ന കാര്യമാകുന്നു എന്നതാണ്. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ജീവിതം, അവിടെയും അവരുടേതായ സ്വകാര്യ ജീവിതങ്ങളുണ്ട്, അവർ മാത്രം അറിയേണ്ട വിഷയങ്ങളുണ്ട്. അത്തരം വിഷയങ്ങൾ ഭാര്യ ഭർത്താവിനെ കുറിച്ചോ ഭർത്താവ് ഭാര്യയെ കുറിച്ചോ പുറത്തു പറയാൻ പാടില്ല. അതിൽ തന്നെ ഹദീസുകളിൽ വിലക്കപ്പെട്ട ഒരു കാര്യമാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ സ്വകാര്യ ജീവിതം. അതായത് അവരുടെ ലൈംഗികമായ കാര്യങ്ങളും പ്രവർത്തനങ്ങളും അതൊക്കെ ഒരു തമാശക്ക് വേണ്ടി, ഹരത്തിന് വേണ്ടി, ചിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സമപ്രായക്കാരായ ആളുകൾ കൂടുമ്പോൾ സ്ത്രീകൾ തമ്മിലും പുരുഷന്മാർ തമ്മിലും തങ്ങളുടെ വിവാഹ ജീവിത, ലൈംഗിക ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു പറയുക എന്നുള്ളത് അത് അവരുടെ കിടപ്പറ രഹസ്യങ്ങളാണ്, അല്ലെങ്കിൽ വീട്ടിലെ രഹസ്യങ്ങളാണ്. ഇത് മറ്റാരോടും വിളമ്പേണ്ട കാര്യമല്ല. ഇത് ഹദീസിൽ പ്രത്യേകം വിലക്കപ്പെട്ടതായി കാണാൻ സാധിക്കും. അത്തരം ആളുകൾ മനുഷ്യരിൽ ഏറ്റവും വൃത്തികെട്ട, ഷർറുന്നാസ്, മനുഷ്യരിൽ ദുഷ്ടന്മാരായ ആളുകളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവരും പറയുന്നുണ്ട്, എന്നാ എന്റെ വക ഞാനും പറയട്ടെ, അപ്പൊ ഒരു ഹരമാണ്, ചിരിക്കാനുള്ള വകുപ്പാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു മാനസികമായ ഒരു സുഖം കിട്ടുമെന്ന് ആർക്കെങ്കിലും തോന്നുമെങ്കിൽ അതൊരു വൃത്തികെട്ട ഏർപ്പാടാണ്. ഇങ്ങനെ നോക്കിയാൽ എല്ലാ വിഷയങ്ങളും അമാനത്തുമായി ബന്ധപ്പെട്ടതാണ്, ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക്. ഇതൊക്കെ മനുഷ്യർ എന്ന നിലക്ക്, വിശ്വാസികൾ എന്ന നിലക്ക് കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. സൂറത്തുൻ നിസായിലെ 58-ാമത്തെ വചനത്തിൽ ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൽപ്പിക്കുന്നു, നിങ്ങൾ അമാനത്തുകൾ അതിന്റെ ആളുകൾക്ക് തിരിച്ചേൽപ്പിക്കണമെന്ന്. അല്ലെങ്കിൽ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ട അമാനത്ത് എങ്ങനെയാണോ അത് നിർവഹിക്കണം എന്ന് അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. ഇവിടെ ആരോടാ? നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വിശ്വാസികളോടാണ്. ഇനി ഈ പ്രയോഗത്തെ തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. ഞാൻ കൽപ്പിക്കുന്നുവെന്നോ മറ്റൊന്നും പറയാതെ അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു, ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറയാം. പക്ഷെ അള്ളാഹുവിടെ ഉപയോഗിച്ച വാക്ക് ഇന്നല്ലാഹ യഅ്മുറുക്കും, അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. അപ്പോൾ അള്ളാഹുവാണ് കൽപ്പിക്കുന്നത് എന്ന് പറയാൻ കാരണം അള്ളാഹു മനുഷ്യന്റെ മേൽ അധികാരമുള്ള, ശക്തിയുള്ള, അതുപോലെ തന്നെ റുബൂബിയത്തുള്ള, അതുകൊണ്ട് തന്നെ ഉലൂഹിയത്ത്, ആരാധ്യതക്ക് അർഹതയുള്ള, നിയമം കൽപ്പിക്കാനും തിന്മകൾ വിലക്കാനും അധികാരമുള്ളവനായ അള്ളാഹുവാണ് നിങ്ങളോട് ഇത് പറയുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. പിന്നെ അള്ളാഹു പറയുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് മേധയാണ്, സ്ഥാനം കൊണ്ടും കഴിവുകൊണ്ടും പദവി കൊണ്ടും. അപ്പൊ ആ മഹാനായ ഉന്നതനായ അള്ളാഹുവാണ് അവന്റെ അധികാരവും നിങ്ങൾക്ക് മേലുള്ള ശക്തിയും അതുപോലെ തന്നെ അധികാരവും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളോട് കൽപ്പിക്കുന്നത്. അത്രക്ക് ഗൗരവത്തിലെടുക്കേണ്ട ഒരു പ്രയോഗമാകുന്നു ഇന്നല്ലാഹ യഅ്മുറുക്കും എന്ന് മുഫസ്സിറുകളും പണ്ഡിതന്മാരുമൊക്കെ വിശദമാക്കിയതായി കാണാൻ സാധിക്കും. അമാനത്ത് അതിന്റെ ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ നിർവഹിക്കേണ്ടതുണ്ടോ അങ്ങനെ നിർവഹിക്കുക, എങ്ങനെ സൂക്ഷിക്കേണ്ടതുണ്ടോ അങ്ങനെ സൂക്ഷിക്കുക, എങ്ങനെ പരിപാലിക്കേണ്ടതുണ്ടോ അങ്ങനെ പരിപാലിക്കുക. അതായത് ഏത് കാര്യമാണോ ഏൽപ്പിച്ചത് ആ കാര്യം എങ്ങനെ കൃത്യമായി നിർവഹിക്കണമോ ആ നിലക്ക് നിർവഹിക്കുക എന്നതാണ്. അപ്പൊ ഏൽപ്പിക്കപ്പെട്ട കാര്യത്തിന്റെ സ്ഥിതിക്കനുസരിച്ച് അതിന്റെ നിർവഹണത്തിന്റെ പൂർണ്ണത ഉണ്ടായിത്തീരും. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളുടെ വിശ്വാസത്തിന്റെ പൂർണ്ണത അല്ലെങ്കിൽ അതിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് ഒരു വിശ്വാസി അമാനത്ത് പാലിക്കുന്നവനാവുക എന്ന്. എത്ര കണ്ട് അയാൾ അമാനത്തുള്ളവനാണോ അത്ര കണ്ട് അയാൾ ഈമാൻ പൂർണ്ണമായവനാണ്. എത്ര കണ്ട് അയാളുടെ ജീവിതത്തിൽ അമാനത്ത് കുറയുന്നുവോ അത്ര കണ്ട് അയാൾ വിശ്വാസം കുറഞ്ഞവനാണ് എന്നർത്ഥം. സൂറത്തുൽ
സൂറത്തുൽ അഹ്സാബിലെ 72-ാമത്തെ വചനത്തിൽ ഇന്നാ അറളനൽ അമാനത അലസ് സമാവാതി വൽ അർദ് വൽ ജിബാൽ, ആകാശഭൂമികളുടെ മേലിലും പർവ്വതങ്ങളുടെ മേലിലും അള്ളാഹു അമാനത്ത് എന്ന കാര്യം അവതരിപ്പിച്ചു, വെളിപ്പെടുത്തി. ഫഅബൈന അൻ യഹ്മിലഹ എന്ന് പറഞ്ഞാൽ ഈ അമാനത്ത് നിങ്ങൾ ഏറ്റെടുക്കണം. വലിപ്പം കൊണ്ടും അതുപോലെ തന്നെ ശക്തി കൊണ്ടും ഉറപ്പുകൊണ്ടും ഇങ്ങനെ ഏത് നിലക്ക് നോക്കിയാലും മനുഷ്യനേക്കാൾ വലിപ്പവും അതുപോലെ തന്നെ ശക്തിയും ഊക്കും ഉറപ്പുമൊക്കെയുള്ളതാണ് ആകാശങ്ങളും ഭൂമികളും. ഭൂമി പക്ഷതാണ് പർവ്വതമെങ്കിൽ പോലും പർവ്വതങ്ങളെ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു. കാരണം പർവ്വതങ്ങൾക്ക് താഴ്വേരുകളുണ്ട്, അത് മേലോട്ടും ഉയർന്നു നിൽക്കുന്നു, കടുത്ത പാറക്കൂട്ടങ്ങൾ അതിലുണ്ടാകും. ആ പർവ്വതങ്ങളെ ഭൂമിയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പ്രത്യേകമായി അള്ളാഹു എടുത്തു പറഞ്ഞു. ഇവയോട് അമാനത്ത് ഏറ്റെടുക്കണം എന്ന് അള്ളാഹു ആവശ്യപ്പെട്ടു. ഫഅബൈന അൻ യഹ്മിലഹ, ആ അമാനത്തിനെ അവർ ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു. കാരണം എന്താ, അവർക്കറിയാം നമുക്ക് ഇതിന് കഴിയില്ല, അമാനത്ത് കൃത്യമായി നിർവഹിക്കാൻ പറ്റിയ പാകതയും പക്വതയും ഉള്ളവരല്ല ഞങ്ങൾ എന്നവർക്കറിയാം. വഅശ്ഫഖ്ന മിൻഹ, ഏറ്റെടുക്കാതിരിക്കാൻ കാരണം ഇത് നിർവഹിക്കാൻ കഴിയുകയില്ല എന്നവർക്ക് പേടി തോന്നി. വഹമലഹൽ ഇൻസാൻ, എന്നാൽ മനുഷ്യൻ അമാനത്ത് ഏറ്റെടുത്തു. ഇന്നഹു കാന സലൂമൻ ജഹൂല, തീർച്ചയായും മനുഷ്യൻ കടുത്ത അനീതി പ്രവർത്തിക്കുന്നവനും വിവരദോഷിയുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്. അപ്പൊ അവിടെ മനുഷ്യൻ അക്രമിയും അല്ലെങ്കിൽ അനീതി പ്രവർത്തിക്കുന്നവനും വിവരദോഷിയുമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യന്മാരും അങ്ങനെയാണോ? അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇവിടെ പറഞ്ഞത് കാഫറുകളായ ആളുകളെ കുറിച്ചാണ്, മുസ്ലിങ്ങളെ കുറിച്ചല്ല എന്ന് പറയുന്ന ആളുകൾ. വേറെ ചില ആളുകൾ ഇത് എല്ലാ മനുഷ്യരെ കുറിച്ചുമാണ്. എന്നാൽ ആ എല്ലാ മനുഷ്യരും എന്ന് പറഞ്ഞതിൽ അല്ലെങ്കിൽ ഭൂരിപക്ഷം മനുഷ്യരെ സംബന്ധിച്ചാണ്. ഭൂരിപക്ഷ ആളുകൾ അമാനത്ത് ഏറ്റെടുക്കാത്തവരാണ്. മറ്റൊരഭിപ്രായം ഇത് എല്ലാ മനുഷ്യരോടുമാണ്. കാരണം അമാനത്ത് വെളിപ്പെടുത്തിയത് എല്ലാ മനുഷ്യരോടുമാണ്. അപ്പൊ പിന്നെ ഈ ഏറ്റെടുത്തവർ അക്രമികളും ലലൂമും ജഹൂലുമാണ് എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ കാഫറാകട്ടെ മുസ്ലിം ആകട്ടെ ആരാണോ ഇത് ഏറ്റെടുത്തവൻ അവൻ ഈ വിശേഷണത്തിൽ നിന്ന് ഒഴിവാകുന്നു. അവൻ ലലൂമുമല്ല ജഹൂലുമല്ല. എന്നാൽ ഏറ്റെടുക്കുകയും അത് കൃത്യമായി നിർവഹിക്കാതിരിക്കുകയും ചെയ്തവൻ അവർ ലലൂമും ജഹൂലുമാണ് എന്ന വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ ഇതിന് നൽകിയതായി കാണാൻ സാധിക്കും. അപ്പൊ പിന്നെ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പർവ്വതങ്ങളോടും ആകാശങ്ങളോടും ഭൂമിയോടുമൊക്കെ ഈ ഒരു കാര്യം ഏറ്റെടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത്? അവക്ക് ഇത് മനസ്സിലാകുമോ? ബുദ്ധിയില്ലാത്ത, തിരിച്ചറിയാൻ കഴിയാത്ത അചേതന വസ്തുക്കളായ ഇവയോട് അള്ളാഹു എന്തിനാണ് ഇത് ആവശ്യപ്പെട്ടത്? അപ്പൊ അവർക്കത് തിരിയുമോ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് പണ്ഡിതന്മാർ മറുപടി നൽകിയതായി കാണാൻ സാധിക്കും. ഓരോന്നിനും അതിന്റേതായ ഭാഷയുണ്ട്, അതിന്റേതായ അവസ്ഥയിൽ അതിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അത് സൃഷ്ടിച്ചവനായ അള്ളാഹുവാണ് ഈ വാക്ക് അവരോട് പറയുന്നത്. അപ്പൊ അള്ളാഹുവിനറിയാം എന്റെ സൃഷ്ടികളായ ഈ ആകാശങ്ങൾക്കും ഭൂമികൾക്കും പർവ്വതങ്ങൾക്കും ഒക്കെ കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവുണ്ട്. ഹദീസുകൾ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ, അതിന്റെ എത്രയോ മുമ്പ് എഴുതാൻ വേണ്ടി പേനയോട് പറഞ്ഞു. അപ്പൊ പേനക്ക് എഴുതാൻ ഉള്ള അള്ളാഹുവിന്റെ കൽപ്പന മനസ്സിലാകുമെന്നത് കൊണ്ടാണല്ലോ അള്ളാഹു പേനയോട് എഴുതാൻ പറഞ്ഞത്. ഇത് വളരെ സഹീഹായ ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. പേനക്ക് തിരിഞ്ഞു എന്നതിനർത്ഥം എന്താ? പേന തിരിച്ചു ചോദിച്ചു, എന്താണ് ഞാൻ എഴുതേണ്ടത്? അപ്പോ അള്ളാഹു പറഞ്ഞ വാക്ക് പേനക്ക് മനസ്സിലായത് കൊണ്ടാണ് എന്താണ് എഴുതേണ്ടത് എന്ന് ചോദിച്ചത്. അപ്പൊ അള്ളാഹു പറഞ്ഞു കൊടുത്തു, ലോകാവസാനം വരെ ഉള്ളതും ഉണ്ടാകുന്നതും ഉണ്ടാകാൻ പോകുന്നതുമായ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തണം, ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പൊ അതിനുള്ള അറിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതനുസരിച്ച് പേന രേഖപ്പെടുത്തിയെന്നാണ്. അപ്പൊ അവിടെ പേനക്ക് മനസ്സിലായോ? മനസ്സിലായി. ഖുർആനിൽ തന്നെ വൽ ഖലമി, പേനയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് പേന വരക്കുന്ന എഴുതുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പ്രതിപാദിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ സൂറത്തുൽ ഫുസ്സിലത്തിൽ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിലേക്ക് ഉന്നതനായി, ആ ആകാശം എന്ന് പറയുന്നത് ദുഹാനായിരുന്നു, പുകയായിരുന്നു. എന്നിട്ട് അല്ലാഹു ഭൂമിയോടും ആകാശത്തോടും പറഞ്ഞു, ഇഅ്തിയാ തൗഅൻ ഔ കർഹൻ, നിങ്ങൾ ആകാശവും ഭൂമിയും നിങ്ങൾ അനുസരണപൂർണമോ അല്ലെങ്കിൽ വെറുപ്പോടുകൂടിയോ, ഇഷ്ടമുണ്ടെങ്കിലും ശരി ഇഷ്ടമല്ലെങ്കിലും ശരി, അനുസരിക്കാനുള്ള മനസ്സുണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, നിങ്ങൾ വരണം എന്ന് ഭൂമിയോടും ആകാശത്തോടും അള്ളാഹു ആവശ്യപ്പെട്ടു. അപ്പൊ ഈ ചോദ്യം ആകാശത്തിനും ഭൂമിക്കും മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ട്. കാരണം അവരുടെ മറുപടി എന്താ? അള്ള പറഞ്ഞത് നിങ്ങൾ അനുസരിച്ച് വന്നാലും ശരി, അനുസരിക്കാതെ വെറുപ്പോട് കൂടി വന്നാലും ശരി. പക്ഷെ അവരുടെ മറുപടി എന്താ? ഞങ്ങൾ അനുസരണമുള്ളവരായി ഇതാ വന്നിരിക്കുന്നു എന്ന് ഭൂമിയും ആകാശവും അള്ളാഹുവിന് മറുപടി നൽകി. പറഞ്ഞു വരുന്ന വിഷയവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു ചോദ്യം സംശയമുള്ള ആളുകൾക്ക് മറുപടിയാണ്. അള്ളാഹു അവൻ സൃഷ്ടിച്ച വസ്തുക്കളുടെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അതുകൊണ്ട് അതിന്റെ കഴിവും ശേഷിയും ഗ്രാഹ്യശക്തിയും
കേൾക്കാനും അറിയാനും മറുപടി കൊടുക്കാനുമുള്ള കഴിവ് എന്താണ് എന്ന് സൃഷ്ടിച്ച അള്ളാഹുവിന് അറിയാൻ. കാരണം അള്ളാഹു ആണത് കൊടുത്തത്. അപ്പൊ ഇതൊന്നും നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് ബുദ്ധിക്കെതിരാണ് എന്നതിന്റെ പേരിൽ തള്ളേണ്ടതില്ല എന്നർത്ഥം. അങ്ങനെ ഹദീസ് തള്ളുകയാണെങ്കിൽ ഈ പറഞ്ഞ ആയത്തും തള്ളേണ്ടി വരും. ഭൂമിയും ആകാശവും എങ്ങനെയാണ് ഞങ്ങൾ ഇത് അനുസരിച്ചു വന്നിരിക്കുന്നു, ഭൂമി എങ്ങനെ പറയും? അപ്പോ ഹദീസിൽ വന്ന പേനയുടെ എഴുത്ത് മാത്രമല്ല, ഇനി ഇവിടെ ഈ അമാനത്ത് മനുഷ്യൻ ഏറ്റെടുത്തു എന്നാണ് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം. എങ്കിൽ ആ ഏറ്റെടുത്ത ആളുകളിൽ നമ്മളുമൊക്കെ പെടും, എല്ലാവരും പെടും. ഈ അമാനത്ത് നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. ആ അമാനത്ത് എന്താ? നേരത്തെ പറഞ്ഞ അള്ളാഹുമായി ബന്ധപ്പെട്ടതും സൃഷ്ടികളുമായി ബന്ധപ്പെട്ടതും പരസ്പരമുള്ളതും എല്ലാ കാര്യങ്ങളും ആ അമാനത്തിൽ ഉൾപ്പെടുന്നു. അപ്പൊ വലിയൊരു ഉത്തരവാദിത്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ മുനാഫിഖുകളുടെ 3 അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഹദീസാണ്. അതിൽ 3-ാമത്തെ കാര്യം എന്താ? വഇദ ഉത്തുമിന ഖാന. ഒരു കാര്യം വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടാൽ ആ അമാനത്തിന്റെ കാര്യത്തിൽ അവനെ വഞ്ചന കാണിക്കും. ഏൽപ്പിക്കപ്പെട്ട കാര്യം അതുപോലെ അവൻ നിർവഹിക്കുകയില്ല. വൈൻ സാമ സ്വാമാ വസല്ലാ വസാമ അന്നഹു മുസ്ലിം. മറ്റൊരു റിവായത്തിൽ അവൻ നമസ്കരിച്ചാലും നോമ്പു നോറ്റാലും ഞാൻ മുസ്ലിമാണെന്ന് വാദിച്ചാലും ശരി, അവൻ മുനാഫിഖാകുന്നു. അപ്പൊ ഒരു മുസ്ലിം മുനാഫിഖാകുന്ന 3 കാര്യങ്ങളിൽ ഒന്ന് വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നതാണ്. ഞാൻ ഈ ഒരു കാര്യം മാത്രം പറയുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയവുമായി ബന്ധപ്പെട്ടത് എന്നതുകൊണ്ടാണ്. കപടവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ സമ്പത്ത് ഏൽപ്പിച്ചാലും ഒരു സ്വകാര്യം ഏൽപ്പിച്ചാലും തന്റെ കുടുംബത്തെ ഏൽപ്പിച്ചാലും തന്റെ മക്കളെ ഏൽപ്പിച്ചാലും വിൽക്കലോ വാങ്ങലോ ആയ ഒരു സാമ്പത്തിക ഇടപാട് ഏൽപ്പിച്ചാലും എന്ത് ഏൽപ്പിച്ചാലും ശരി, അവന്റെ പണി അതിൽ ചതി നടത്തുക, വഞ്ചന നടത്തുക എന്നതായിരിക്കും. ഈ കോലത്തിലേക്ക് ഇന്ന് മുസ്ലിം സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും എത്തിപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഇന്ന് ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്തിനാണ് ഈ ഒരു താക്കീത്? കപടന്മാരുടെ സ്വഭാവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരുന്നത്, ഒന്ന്, നമ്മൾ ഈ കപടന്മാരെ പോലെ ഉള്ള അമാനത്തുകളിൽ വീഴ്ച വരുത്തുന്ന, ചതി നടത്തുന്ന, വഞ്ചന കാണിക്കുന്ന ആളുകളാകാതിരിക്കുക എന്നതാണ്. രണ്ടാമത്തേത്, ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ മനസ്സിലാക്കുകയും അവർ എന്തു കൊടുത്താലും ചതിയും വഞ്ചനയും നടത്തുന്നവരാണ്, അമാനത്തിനെ കളിയായി സ്വീകരിക്കുന്നവരാണ്. അവർക്ക് വഞ്ചിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു മധുരമുള്ള ഒരു അനുഭൂതിയായി കാണുന്നവരാണ്. അപ്പൊ അത്തരം ആളുകളെ വിശ്വസിക്കാതിരിക്കുക, അവലംബിക്കാതിരിക്കുക, അതിൽ സൂക്ഷ്മത പുലർത്തുക. അപ്പൊ നമ്മൾ അങ്ങനെ ആകാതിരിക്കുക, ഇത്തരം ആളുകളെ കണ്ടുപെരുമാറുക. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അടയാളം നമ്മെ ബോധ്യപ്പെടുത്തിയത് എന്ന് ഇതിനെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെട്ട ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 ഹദീസ് എനിക്ക് പറഞ്ഞു തന്നു. ആ 2-ൽ ഒന്ന് ഇപ്പോൾ ഞാൻ പറയാം, മറ്റേത് ഞാൻ കാത്തു നിൽക്കുന്നു, കുറച്ചും കഴിഞ്ഞിട്ട് പറയാം. എന്നിട്ട് ആദ്യത്തെ അദ്ദേഹം പറയാം. ഒന്ന്, അമാനത്ത് ഹദ്ദസന അന്നൽ അമാനത നസലത് ഫീ ജസ്ദി ഖുലൂബിർ റിജാൽ. ഇവിടെ റിജാൽ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ എന്ന് മാത്രമല്ല, മനുഷ്യരുടെ ഹൃദയങ്ങളുടെ ജസ്ർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും അടിയിൽ, താഴെ ഹൃദയങ്ങളുടെ അടിത്തട്ടിൽ അമാനത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യന്റെയും, ഇവിടെ ആണെന്നോ പെണ്ണെന്നോ മതമുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ വിശ്വാസമില്ല, അമാനത്ത് നിർവഹിക്കണം, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കണം എന്ന ബോധം മനുഷ്യ മനസ്സിന്റെ ഹൃദയത്തിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ട്. അതെന്നെ ഹൃദയത്തിന്റെ പുറത്തല്ല, ഹൃദയത്തിന്റെ ഉള്ളിൽ, അതിന്റെ ഏറ്റവും താഴെ അടിത്തട്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പൊ ജന്മസിദ്ധമായി അമാനത്ത് നിറവേറ്റണമെന്നൊരു ബോധം മനുഷ്യർ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. സുമ്മ നസലൽ ഖുർആനു ഫഅലിമു മിനൽ ഖുർആൻ വഅലിമു മിനസ് സുന്നഹ്. പിന്നെ അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചു, പിന്നെ അള്ളാഹു സുന്നത്തിറക്കി. ഈ ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും അമാനത്ത് എന്താണെന്ന് പിന്നെ ആളുകൾ മനസ്സിലാക്കുകയും ചെയ്തു. അപ്പൊ ജന്മസിദ്ധമായി നൈസർഗികമായി അള്ളാഹു നൽകിയിട്ടുള്ള ഒരു പ്രകൃതിദത്തമായ ഗുണമാണ്. പ്രകൃതിദത്തനാൽ പ്രകൃതി എന്നതല്ല, അള്ളാഹു ജന്മന പ്രകൃതിയാ തന്ന ഒരു ഗുണം. ആ ഗുണമാണ് വിശ്വാസ്യത പാലിക്കണമെന്നത്. ഇതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ അല്ലാത്തവരിലും ഈ ഒരു ബോധമുള്ളവരുണ്ട് എന്ന് മാത്രമല്ല, ഒരു പക്ഷേ വിശ്വാസിയേക്കാൾ ഈ ബോധ്യമുള്ള ആളുകളുണ്ടാകാം. ഈ ബോധം എവിടുന്ന് കിട്ടി? അതാണ് മനുഷ്യരുടെ ഹൃദയത്തിൽ അള്ളാഹു നിക്ഷേപിച്ചതാണ്. അപ്പൊ എല്ലാവർക്കും ഉണ്ട്. അതിനേക്കാൾ മുസ്ലിങ്ങളിൽ ഈ ബോധം ഉണ്ടാകണം. കാരണം എന്താ? ഖുർആനും ഹദീസും അള്ളാഹു ഇറക്കി, ഇത് പഠിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അപ്പൊ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കിയതനുസരിച്ച് മുസ്ലിങ്ങൾ അല്ലാത്തവരെക്കാൾ അമാനത്തിനെ സംബന്ധിച്ച കൃത്യമായ ബോധം ഉണ്ടാകേണ്ടത് മുസ്ലിങ്ങളായ ആളുകൾക്കാണ്. എന്നിട്ട് രണ്ടാമതായി അദ്ദേഹം പറയാണ്, ഹദീസിന്റെ 2-ാമത്തെ ഭാഗം, ഹദ്ദസന അൻ റഫ്ഇൽ അമാന. മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹു തന്നെ നിക്ഷേപിക്കുകയും ഖുർആനിലൂടെയും ഹദീസിലൂടെയും പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്ത അമാനത്ത് എന്നത് മനുഷ്യരിൽ നിന്ന് ഉയർന്നു പോകുന്ന ഒരു കാലം വരും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞ 2-ാമത്തെ ഹദീസ്. ഒരാൾ കിടന്നുറങ്ങുമ്പോ അയാളിൽ നിന്ന് അമാനത്ത് അയാളുടെ ഹൃദയത്തിൽ
ശരീരത്തിൽ നിന്ന് തുഖ്ബൽ, ഉറങ്ങുമ്പോൾ നമ്മളെ റൂഹ് അള്ളാഹു കൊണ്ടുപോകുന്നതാണ്. അതുപോലെ ഇവിടെ അമാനത്ത്, അള്ളാഹു മനുഷ്യൻ നൽകിയ അമാനത്തിന്റെ അവന്റെ മനസ്സിൽ നിന്ന് അള്ളാഹു പിടിക്കുന്നു. മനുഷ്യന്റെ മനസ്സിലുണ്ടായിരുന്ന അമാനത്തിന്റെ ഒരു ചെറിയ നേരിയ ഒരു പാട പോലെ ഒരു അടയാളം അവന്റെ ഹൃദയത്തിൽ ബാക്കിയുണ്ടാകും. പിന്നെയും അയാൾ ഉറങ്ങുന്നു. അങ്ങനെ അയാളുടെ ഹൃദയത്തിൽ നിന്ന് വീണ്ടും അതിന്റെ അടയാളം പിടിച്ചെടുക്കപ്പെടുന്നു. ആ അടയാളം ഏതുപോലെയാണ്? മിൻ അസരിൽ മജ്ലി. മജ്ലി എന്നാൽ ഒരു ചെറിയ തീക്കനലോ അല്ലെങ്കിൽ ഒരു കല്ലോ നമ്മുടെ ശരീരത്തിലൂടെ ഇങ്ങനെ ഉരുണ്ടുപോയാൽ, അങ്ങനെ ഒരു സാധനം കാലിൽ വീങ്ങിയാൽ ഉണ്ടാകുന്ന ചെറിയ ഒരു പൊള്ളക്കൽ, ഒരു ചെറിയൊരു നീർക്കെട്ട്, ചെറിയൊരു ഭാഗം അങ്ങനെ പൊള്ളി വരുന്നു, അതിന്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല. അതുപോലെയുള്ള ഒരു അടയാളം മാത്രം അയാളിൽ ബാക്കിയാകും. എന്നിട്ട് ഈ സഹാബി തന്നെ ഒരു ചെറിയ കല്ലെടുത്ത് അയാളുടെ കാലിൽ നിന്ന് താഴോട്ട് ഉരുട്ടി കാണിച്ചു കൊടുത്തു. ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ചെറിയ പാട് അത്ര അയാളുടെ ഹൃദയത്തിൽ ബാക്കിയാവും. അപ്പൊ എന്താ, ഈ അടയാളം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോവുകയാണ്. അങ്ങനെ മനുഷ്യന്മാർ ആയിത്തീരും. എങ്ങനെ? പരസ്പരം അവർ ഇടപാടുകൾ നടത്തും. പക്ഷേ അവരിൽ ആരും തന്നെ ഈ അമാനത്ത് നിർവഹിക്കാത്ത ഒരു കാലം വരും. എന്നിട്ട് മനുഷ്യരിൽ ചില ആളുകൾ പറയും, ഇന്ന ഗോത്രത്തിൽ, ഇന്ന കുടുംബത്തിൽ, ഇന്ന സമൂഹത്തിൽ ഒരു വിശ്വസ്തനായ ആളുണ്ട്, അവിടെ ഒരു വിശ്വസ്തനായ ആളുണ്ട്, അയാൾ എത്ര നല്ല ആളാണ് എന്നൊക്കെ പറയുന്ന ഒരു കാലം വരും. എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നിധി കിട്ടുന്നത് പോലെ അപൂർവ വസ്തുവാണ് അമാനത്തുള്ള ഒരു മനുഷ്യൻ ഒരു നാട്ടിൽ, ഒരു ജനതയിൽ ഉണ്ടാകുക എന്നുള്ളത്. അപ്പൊ അവിടെ ഒരു അമാനത്ത് പാലിക്കുന്ന, വിശ്വാസ്യത പുലർത്തുന്ന ഒരാളുണ്ട് എന്ന് ഒരു അതിവിദൂരമായ അസംഭവ്യമായ ഒരു കാര്യമായി വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു കാലം വരും. വമാ ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ ഈമാൻ. അങ്ങനെ പോയി ഒരു കടുകുമണിന്റെ അത്ര പോലും ഹൃദയത്തിൽ ഈമാൻ ബാക്കിയാകാത്ത ഒരു കാലം വരും എന്ന് നബി സല്ലല്ലാഹു എന്നോട് പറഞ്ഞു, ഹദീസായി പറഞ്ഞു. അപ്പൊ എന്താ, രണ്ടും മനുഷ്യന്റെ ഹൃദയത്തിൽ അള്ളാഹു നിക്ഷേപിച്ച ഈ അമാനത്ത് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ചെറിയൊരു പാടുപോലെ പിന്നെ തീരെ ഇല്ലാതെയാകും. ഇപ്പൊ ഇന്ന് സഹോദരന്മാരെ നമ്മൾ ആലോചിച്ചു, മറ്റുള്ളവരെടുത്ത് പോകട്ടെ, മുസ്ലിം സമൂഹത്തിലുള്ള ആളുകളെ തന്നെ പരിശോധിച്ചാൽ ഒരു വിശ്വസ്തനായ ഒരാൾ, അമാനത്ത് പാലിക്കുന്ന ഒരാൾ എന്ന് പറയാൻ പറ്റുന്നവർ വളരെ ചുരുക്കം മാത്രമാണ്. വളരെ അപൂർവമായ സംഭവമാണ്. അപ്പൊ മുസ്ലിങ്ങൾ തമ്മിൽ പല ഇടപാടുകളും നടത്തുന്നു. കൂറ് കച്ചവടങ്ങൾ, കമ്പനികൾ, കൂട്ടിടപാടുകൾ, കൂട്ടുകൃഷികൾ, ഇങ്ങനെ പല ഏർപ്പാടുണ്ടല്ലോ. രണ്ടോ അതിൽ കൂടുതലോ ആളുകൾ ചേർന്ന് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വേറെ വിഷയമാണെങ്കിലും ഈ അമാനത്തിന്റെ ഭാഗമായി പറയേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ പരസ്പര വിശ്വാസതയോടുകൂടി അമാനത്തോടുകൂടി മറ്റൊരുത്തന്നെ ഷെയറായി മുസ്ലിങ്ങളായ, ഇനി അവിടെ സലഫി ഹലഫി ഒന്നും നോക്കണ്ട, ഇനി പിന്നെ സമസ്തക്കാരനോ കുബൂരിയോ മുജാഹിദോ ജമാഅത്തോ ഒന്നും വ്യത്യാസമല്ല, ഏതൊരാളായിരുന്നാലും അങ്ങനെ ഒരുത്തര രണ്ടാളുകൾ ചേർന്ന് നടത്തുന്ന ഇടപാടുകൾ, എത്ര ഇടപാടുകൾ വിശ്വാസതയോടുകൂടി പുലർത്തപ്പെടുകയും ആ ഷെയറായ ഇടപാട് സത്യസന്ധമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് എത്ര എണ്ണം ഉണ്ട് എന്ന് പരിശോധിച്ചാൽ വളരെ ചുരുങ്ങിയ 0 പിന്നെ അങ്ങോട്ട് ഇങ്ങനെ എത്ര 0 പറയാൻ പറ്റോ അത്ര കുറച്ചാണ്. എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഇടപാടുകൾ നടത്തുന്നുവോ അവിടെ ഒക്കെ ചതിയാണ്, വഞ്ചനയാണ്, അമാനത്ത് പാലിക്കപ്പെടുന്നില്ല. ഒന്നുകിൽ അവൻ കുറെ ഭാഗം മുക്കിയിട്ടുണ്ടാവും, മറ്റവന്റെ ഷെയർ ഒന്നായി ഇവന്റേതാക്കി മാറ്റിയിട്ടുണ്ടാവും. അവസാനം പേപ്പർ നോക്കുമ്പോ ഒന്നും ഉണ്ടാവില്ല, ഇവൻ പങ്കാളിയേ അല്ല, ഷെയർ ഹോൾഡർ അല്ല, മറിച്ച് ഒരു ഇത്ര പൈസ തന്നു, അതിന്റെ ലാഭത്തിന്റെ വിഹിതം ഇയാൾക്കുണ്ട്, മൂലധനമൊക്കെ അയാൾക്ക് പോയി, പൈസ പിൻവലിച്ചാൽ കമ്പനി മുഴുവൻ ഇയാൾക്കായി. ഇങ്ങനെ മാറുന്നവർ, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഉറുപ്പിക വാങ്ങിയിട്ട് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞതുപോലെ മൊത്തം മുക്കുന്നവർ ആരാ? വളരെ അടുത്ത ആളുകൾ, വളരെ വിശ്വസിക്കപ്പെടുന്ന ആളുകൾ, ഒരേ സംഘടനയിൽപ്പെട്ടവർ, അല്ലെങ്കിൽ ഒരേ സംഘടനയില്ലാത്ത ആളുകൾ, ഇനി കുടുംബമാകാം, അന്യനാകാം, ഏതുമാകട്ടെ, അവിടെ ഒക്കെ ഈ ഒരു കാര്യം ഇന്ന് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കും. മുസ്ലിം സമൂഹത്തിൽ ആളുകൾക്കിടയിൽ, മറ്റുള്ളത് വിടാം, മുസ്ലിങ്ങൾക്കിടയിൽ ഉള്ള പരസ്പര ബന്ധവിച്ഛേദനങ്ങളുടെ ഒരു കാരണമെന്ന് പറയുന്നത് ഈ അമാനത്ത് പുലർത്തുന്നില്ല എന്നതാണ്. എത്രയോ കേസുകൾ നമുക്ക് കാണാം. വളരെ വിശ്വസ്തരായ ആളുകൾ, പിന്നെ ജന്മത്തിൽ പരസ്പരം മിണ്ടാത്ത, ഒരു ബന്ധവുമില്ലാത്ത ഒരു ബന്ധവിച്ഛേദനത്തിലേക്ക് പോകാൻ കാരണം ഒരുത്തൻ മറ്റൊരുത്തനെ ഖിയാനത്ത് നടത്തിയിട്ടുണ്ടാവും, അമാനത്തിൽ കളങ്കമേൽപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ വിശദീകരിക്കാതെ തന്നെ നമുക്ക് ഈ കാര്യം അറിയാവുന്നതാണ്. ഇനി സുദീർഘമായ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്ത് നടക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് ഉണർത്തുന്നുണ്ട്. അതായത് മഹ്ശറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നു. ആ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആളുകൾ വിചാരണക്ക് നടന്നു, പക്ഷെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ തീരുമാനിച്ചു തുറക്കുന്നില്ല. സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല. വാതിൽ തുറന്ന പാലത്തമ്മക്കൂടി കയറി പോണ്ടേ. കുറെ കാലമായി, ആയിരക്കണക്കിന് വർഷങ്ങളായി അവിടെ വേർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ്. അപ്പോ ആളുകൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സമീപിക്കുന്നു. എന്നിട്ട് ആദമിനോട് പറയും, അല്ലയോ പിതാവേ, നിങ്ങൾ ഒന്ന് സ്വർഗം തുറന്നു വരാൻ വേണ്ടി, രണ്ടാളും തീരുമാനിക്കാനല്ല, തീരുമാനം കഴിഞ്ഞു, സ്വർഗത്തിന്റെ വാതിലൊന്ന് തുറന്നു വരാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടണം. യാ അബാന, ഞങ്ങളുടെ വാപ്പേ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് മനുഷ്യന്മാർ, വിശ്വാസികളായ ആദം നബിയെ
നബിയെ സമീപിക്കുന്നത്. അപ്പൊ ആദം നബി തിരിച്ചു ചോദിക്കും, നിങ്ങളുടെ ബാപ്പ ചെയ്ത തെറ്റുകൊണ്ടല്ലേ, അതായത് നിങ്ങളുടെ പിതാവായ ഞാൻ ചെയ്ത തെറ്റുകൊണ്ടല്ലേ നിങ്ങൾ കൂടി സ്വർഗത്തുനിന്ന് പുറത്താക്കപ്പെട്ടത്? അതുകൊണ്ട് ഈ ചോദ്യം ചോദിക്കാൻ ഞാൻ അർഹനല്ല. നിങ്ങൾ ഖലീലുള്ളയായ ഇബ്രാഹിമിന്റെ അടുക്കൽ ചൊല്ലൂ. ഇബ്രാഹിം നബിയെ സമീപിക്കും. ഇബ്രാഹിം നബി ചോദിക്കും. ഇബ്രാഹിം നബിയും പറയും, ഞാൻ അള്ളാഹുവിന്റെ ഖലീലാണെങ്കിലും വളരെ ബേക്കിലാണ്, ഇത് ചോദിക്കാൻ ഞാൻ അർഹനല്ല. അതുകൊണ്ട് അള്ളാഹു നേരിട്ട് സംസാരിച്ച കലീമുള്ളയായ മൂസയെ സമീപിക്കൂ. അങ്ങനെ ആളുകൾ മൂസാ നബിയെ അടുക്കും. വേറെ ചില റിവായത്തിൽ നൂഹ് നബിയെ സമീപിക്കുന്നുണ്ട്. ഇവിടെ പറയാത്തത് കൊണ്ടാണ് ഞാൻ നൂഹ് നബിന്റെ കാര്യം പറയാത്തത്. അപ്പൊ മൂസാ നബി അടുക്കൽ ചെല്ലും. മൂസാ നബി അടുക്കൽ ചെല്ലുമ്പോ മൂസാ നബിയോടും അവർ ഈ കാര്യം പറയും. അപ്പൊ അദ്ദേഹം പറയും, ഞാൻ അതിന് യോഗ്യനല്ല, നിങ്ങൾ ഈസാ നബി അടുക്കൽ ചെല്ലുക. അങ്ങനെ ഈസാ നബിയെ സമീപിക്കും. അപ്പൊ ഈസാ നബിയും പറയും, ഞാൻ ഇതിന് അർഹനല്ല. അപ്പൊ പിന്നെ ആളുകൾ മുഹമ്മദ് നബി അടുക്കൽ ചെല്ലും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ശുപാർശ നടത്തും. ശുപാർശ നടത്താൻ അള്ളാഹു അനുവദിക്കുകയും ശുപാർശ നടത്തുകയും ചെയ്യും. അങ്ങനെ സ്വർഗത്തിലേക്ക് നരകത്തിലേക്കുള്ള ആളുകളൊക്കെ പോകാനുള്ള ഓർഡർ ആവുകയാണ്. വതുർസലുൽ അമാന, ഈ സമയത്ത് രണ്ടാളുകൾ വരും. ഒന്ന് അൽ അമാന വർ റഹീം, അമാനത്ത് വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പറയുന്ന കാര്യം. രണ്ടാമത്തത് രക്തബന്ധം എന്ന് പറയുന്ന കാര്യം, പ്രസവത്തിലൂടെ ഉണ്ടായ ബന്ധം, കെട്ടുബന്ധമല്ല. ഈ രണ്ട് കാര്യങ്ങൾ വരും. അപ്പൊ ഇതൊരാള് വരുന്ന മാതിരിയാണ് അള്ളാഹുവിന്റെ പ്രവാചകനോട് അവതരിപ്പിക്കുന്നത്. എന്നിട്ട് ഫയഖൂബാനി ജംബൈ അസ്സിറാത്തി യമീനം വശിമാല, നരകത്തിന്റെ മുകളിൽ സ്ഥാപിക്കപ്പെടുന്ന ഒരു പാലമുണ്ട്. ആ പാലത്തിന്റെ മുകളിലൂടെയാണ് തൗഹീദുള്ള ആളുകൾ കടന്നു പോകുന്നത്. നരകത്ത് പോകുന്നവൻ ഭൂരിഭാഗവും നേരെ നരകത്തിൽ ചാടുന്നു, അവൻ പാലം കയറുന്നില്ല. തൗഹീദുള്ളവർ മാത്രമാണ് പാലം കയറുക. അതിൽ തന്നെ കൂടുതൽ തിന്മ ചെയ്തവനുണ്ടെങ്കിൽ ഈ പാലത്തിന്റെ മുകളിൽ താഴോട്ട് പിടിച്ചെറിയപ്പെടും, മുഖം കുത്തി വീഴും, കാല് കെട്ടി എറിയപ്പെടും, മറിഞ്ഞു വീഴും, തലകുത്തി വീഴും. ഇതൊക്കെ ഹദീസിലുണ്ട്. അവനാരാ? തൗഹീദുണ്ട്, പക്ഷെ ഒരുപാട് തിന്മ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവൻ കുറച്ചു കാലം അവിടെ കിടക്കണം, പിന്നെ അവിടുന്ന് അള്ളാഹു രക്ഷപ്പെടുത്തും. അപ്പൊ ഈ സ്വർഗത്തിന് എന്നും സ്വർഗത്തിന് അവകാശപ്പെട്ടവരോ അല്ലെങ്കിൽ കുറച്ചു കാലം നരകത്തിൽ കിടന്നതിന് ശേഷം സ്വർഗത്തിലേക്ക് എത്താവുന്നവരോ ആണ് ഈ പാലത്തിലൂടെ പോകുന്നത്. അതും മറ്റൊരു വിഷയമാണ്. ഈ കടന്നു പോകുന്ന പാലത്തിന്റെ രണ്ട് വക്കിലും രണ്ട് സൈഡിലും ഒരു ഭാഗത്ത് അമാന, ഉത്തരവാദിത്തം, വിശ്വാസ്യത എന്ന് പറയുന്ന കാര്യം നിൽക്കുന്നുണ്ട്. മറ്റേ ഭാഗത്ത് രക്തബന്ധം എന്ന് പറയുന്ന കാര്യം നിൽക്കുന്നുണ്ടാവും. എന്തിനാണ്? നിങ്ങളൊക്കെ അമാനത്ത് പുലർത്തിയിട്ടുണ്ടോ, രക്തബന്ധം പുലർത്തിയിട്ടുണ്ടോ എന്നതിനാണ് ഇടത്തും വലത്തും അള്ളാഹു ഈ പാലത്തിന്റെ രണ്ട് ഭാഗത്ത് നിർത്തിയത്. അങ്ങനെ അതിൽ കടന്നു പോകുന്ന ആളുകൾ മിന്നൽ വേഗതയിൽ കടന്നു പോകുന്നവർ, കാറ്റിന്റെ വേഗതയിൽ പോകുന്നവർ, മഴയുടെ വേഗത്തിൽ പോകുന്നവർ, വലിയ ഓട്ടക്കാരന്റെ വേഗതയിൽ പോകുന്നവൻ, അതുപോലെ തന്നെ വലിയ കുതിര സഞ്ചരിക്കുന്ന കുതിരയുടെ ഓട്ടത്തിൽ ഓടുന്നവർ, അങ്ങനൊക്കെ സ്പീഡ് പറയുന്നുണ്ട്. അവസാനം നടക്കാനും ഇഴയാനും കഴിയാത്ത കുറച്ച് ആളുകൾ വരും. അവരെ സൈഡിൽ സ്ഥാപിക്കപ്പെട്ട മൂർച്ചയുള്ള കൊളത്തുകളുണ്ട്. സഹദാൻ, മരുഭൂമിയിൽ ഒട്ടകം തിന്ന ഒരു മുൾമരത്തിന്റെ പേരാണ് സഹദാൻ, കൂർത്തം മുള്ളുള്ള. ഈ സഹദാന്റെ മുള്ളു പോലുള്ള കൊളത്തുകൾ സൈഡിൽ കുടുക്കിയിട്ടുണ്ടാവും ഈ പാലത്തിന്റെ. അതിൽ കൂടി കൊളത്തിയിട്ട് അങ്ങോട്ട് സ്വർഗത്തിലേക്ക് എറിയും ചില ആൾക്കാരെ. അങ്ങനെ രക്ഷപ്പെടുന്നവൻ, കാരണം ഈ മാന്ത് എന്തിനുള്ളതാ? ഇവൻ ചെയ്ത തിന്മക്കുള്ള ശിക്ഷയാണ്. ആ മാന്ത് കൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തും. അതിനും യോഗ്യതയില്ലാത്തവൻ അവൻ മുഖർദസുൻ പിന്നാർ, നരകത്തിൽ വലിച്ചെറിയപ്പെടുകയും മറിഞ്ഞു വീഴുകയും കാലുകെട്ടിയെറിയപ്പെടുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ നരകത്തിലേക്ക് വീഴും. കാലുകെട്ടിയ മുഖം കുത്തി മറിയുകയോ വീഴുകയോ അല്ലെങ്കിൽ വലിച്ചെറിയപ്പെടുകയോ ചെയ്യുന്ന കൂട്ടത്തിൽ ആ നരകത്തിലേക്ക് വീഴും. അപ്പൊ ഈ ഹദീസ് എന്നിട്ട് പറയാണ്, ഈ നരകത്തിന്റെ ആഴം എന്ന് പറയുന്നത് 70 വർഷം യാത്ര ചെയ്താൽ എത്തുന്ന ദൂരമാണ്. അത്ര കാഴുണ്ട് നരകത്തിന്റെ അടിത്തട്ടിലേക്ക്. അപ്പോ ഈ ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. ഇവിടെ പറഞ്ഞ കാര്യം വിശദീകരിക്കാൻ സമയമല്ല. ഒരു ഭാഗത്ത് അമാനത്താണ് നിൽക്കുന്നത്, മറ്റൊരു ഭാഗത്ത് രക്തബന്ധമാണ്. അപ്പൊ അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ അമാനത്ത് നിർവഹിക്കുന്ന വിശ്വസ്തരായി മാറുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദൽ അമാന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരുപാട് ഹദീസുകളിൽ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാം. നീ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യം അതിന്റെ ആൾക്ക് വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടവന് നിർവഹിച്ചു കൊടുക്കണം. നിന്നെ ചതിച്ചവനെ നീ ചതിക്കരുത്, ഒന്നതാണ്. മറ്റൊരു ഹദീസ്, അൽ ഇമാമു ലാമിൻ, പള്ളിയിൽ നിശ്ചയിക്കപ്പെടുന്ന ഇമാം, അയാൾ ലാമിനുൻ, അവൻ ഗ്യാരണ്ടി കൊടുക്കേണ്ടവനാണ്. എന്ന് പറഞ്ഞാൽ എന്തിന്? നമസ്കാരം കൃത്യമായി നിർവഹിക്കുക, ഇമാമത്ത് കൃത്യമായി നിർവഹിക്കുക, ആ നമസ്കാരം സ്വീകരിക്കപ്പെടുന്ന അവസ്ഥയിൽ നമസ്കാരം നിർവഹിക്കുക. കാരണം ഇവനെ തുറന്നിട്ട്
ബാക്കിയുള്ള ആൾക്കാർ നിസ്കരിക്കുന്നത്? ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തവനാണ് അവൻ. വൽ മുഅദ്ദിനു മുഅ്തമനുൻ, ബാങ്ക് കൊടുക്കുന്ന ആള് വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടവനാണ്. അതെന്താ? കൃത്യസമയത്ത്. ഇമാം വൈകിയാലും ഇമാം മുഅദ്ദിൻ പള്ളിയിൽ ഉണ്ടാകണം, സമയത്ത് ബാങ്ക് കൊടുക്കണം, ഇഖാമത്ത് കൊടുക്കണം. അപ്പൊ ആ സമയത്ത് ബാങ്ക് കൊടുക്കുക എന്നൊരു ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട, അമാനത്ത് ഏൽപ്പിക്കപ്പെട്ട ആളാകുന്നു അവൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ അർശിദിൽ അഇമ്മ, എല്ലാ ഇമാമുകൾക്കും അല്ലാഹുവേ നീ വഴി കാണിക്കണമേ. വഗ്ഫിർ ലിൽ മുഅദ്ദിനീൻ, ബാങ്ക് കൊടുത്തവർക്ക് നീ പുറത്തു കൊടുക്കുകയും ചെയ്യണമേ. വിവിധ പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഹദീസാണ്. അപ്പൊ ഇത് പള്ളിയിൽ ഉള്ള ബാങ്കും അതുപോലെ തന്നെ ഇമാമത്തും നിർവഹിക്കുന്ന ആളുകൾ വലിയ അമാനത്ത് ഏൽപ്പിക്കപ്പെട്ടവരാണ്. അത് അതിന്റേതായ നിലക്കവർ പ്രവർത്തിക്കേണ്ടതുണ്ട്, അതിൽ വീഴ്ച വരുത്താൻ പാടില്ല. ഇനി ഇത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ പരസ്പരമുള്ള ഇടപാടുകളോ ജോലികളോ ഒക്കെ ആണെങ്കിലും അതിലും എന്തുണ്ട്? ഈ പറഞ്ഞ വിശ്വാസ്യതയുണ്ട്. വേറെ ഹദീസ് കാണാൻ ഇമാം ബുഖാരി ഉദ്ധരിച്ചത്, അൽ ഹാസിനു അൽ അമീനു അല്ലദീ യുഅദ്ദി മാ ഉമിറ ബിഹി ത്വയ്യിബതൻ നഫ്സുഹു അഹദുൽ മുതസദ്ദിഖീൻ. വിശ്വസ്തനായ ഒരു സൂക്ഷിപ്പുകാരൻ, അവനോട് കൽപ്പിക്കപ്പെട്ട കാര്യം എന്താണോ അവനത് നിർവഹിക്കുന്നു. എങ്ങനെ? ത്വയ്യിബതൻ നഫ്സുഹു, മനസ്സ് നല്ലവനായിക്കൊണ്ട്, നല്ല മനസ്സോടെ സംതൃപ്തിയോടെ ഏൽപ്പിക്കപ്പെട്ട സൂക്ഷിപ്പ് എന്ന കാര്യം നിർവഹിക്കുന്ന ഒരു സ്റ്റോർ കീപ്പർ, അൽ ഹാസിനുൽ അമീൻ, വിശ്വസ്തനായ സൂക്ഷിപ്പുകാരൻ. അതെന്തായാലും ശരി, സ്റ്റോറായാലും ശരി, പത്തായമാണെങ്കിലും ശരി, മേശയാണെങ്കിലും ശരി, കാഷ്യറുടെ കൗണ്ടറാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, അത് നിർവഹിക്കുന്നവൻ അഹദുൽ മുത്തസദ്ദിഖീൻ, ധർമ്മം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഒരാളാണ്. സദഖന്റെ കൂലിട്ടും. കാരണം എന്താ? വിശ്വസ്തമായി ഇത് നിർവഹിക്കുന്നു. ഇപ്പൊ ആലോചിച്ച് നോക്കൂ, ഒരു സ്ഥാപനത്തിന്റെ ഒരു ഷോപ്പിൽ കാഷ്യറായി നിശ്ചയിക്കപ്പെട്ട, അക്കൗണ്ടന്റായി നിയോഗിക്കപ്പെട്ടവൻ, അല്ലെങ്കിൽ ഒന്നുമില്ല, എല്ലാം അവൻ തന്നെയാണ്. ഒരാൾ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു കച്ചവടം സ്ഥാപനം, അതിന്റെ മുതലാളി വേറെയാണ്, അയാൾക്ക് ഇവിടെ വരാൻ സമയമല്ല. ഇത് നടത്തിപ്പോകേണ്ട, മെച്ചത്തിൽ നടത്തേണ്ട, നഷ്ടത്തിലാകുന്ന കാര്യങ്ങൾ തടയേണ്ട, അതുപോലെ തന്നെ സത്യസന്ധമായി വില നിശ്ചയിക്കുകയും വാങ്ങുകയും ചെയ്യേണ്ട, അതിൽ സത്യസന്ധത പുലർത്തേണ്ട ആളാണിവൻ. അങ്ങനെ പ്രവർത്തിച്ചാൽ അവൻ സദഖ ചെയ്തവന്റെ കൂലി അവനുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിശ്ചയിക്കപ്പെടുന്ന ആളുകളുടെ ഉത്തരവാദിത്തം എന്താ, അല്ലെങ്കിൽ പണി എന്താന്ന് ഇപ്പൊ ഗൾഫുകാർക്കറിയാം. ഗൾഫിൽ വലിവിന്റെ അസുഖം എന്നൊരു പ്രയോഗം. വലിവ് എന്ന് പറഞ്ഞാൽ എന്താ? ശ്വാസമുട്ടല്ല, ആസ്തമയല്ല, പിന്നെന്താ? കാഷ്യറായിട്ട് വലിപ്പുന്ന് പൈസ വലിക്കുക, മുതലാളിന്റെ പൈസ, അതാണ് വലിവ്. ആസ്തമ, അത് ആസ്തമ, കാരണം മറ്റത് ശ്വാസം വലിക്കലാണ്, ഇത് പൈസ വലിക്കലാണ്. അപ്പൊ അവന് വലിവിന്റെ അസുഖം ഉണ്ട് എന്ന് പറയും. അതെന്താ? ഈ വിശ്വാസ്യത നഷ്ടപ്പെടുത്തി നൽകേണ്ടത് നൽകാതെ അതിൽ നിന്ന് ഊറ്റുക. ഇനി ഒരു ബിസിനസ് ഒരാളെ പൈസ പിരിക്കാൻ ഇപ്പൊ ലൈനിലൊക്കെ പോയിട്ട് കളക്ഷൻ പോകുന്ന ആൾക്കാരുണ്ട്. അതിൽ കിട്ടിയ പൈസ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക, വാങ്ങിപ്പോയിട്ടുണ്ടാവും, അവസാനം കമ്പനി പൂട്ടും. കാരണം എന്താ? മുതലാളി അന്വേഷിക്കണം, ഞാൻ പൈസ ഒന്നോ കൊടുത്തതാണല്ലോ, മറ്റൊന്ന് ഊറ്റിപ്പോയി. ഹിയാനത്താണ്. അതുപോലെ തന്നെ കമ്മീഷൻ വ്യവസ്ഥയിലോ ശമ്പള വ്യവസ്ഥയിലോ വേറൊരുത്തനെ ഏൽപ്പിക്കുന്നു. ഒരു ലൈനിൽ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുക. അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുമ്പോ ഇവന്റെ നല്ല സാധനം, പക്ഷെ ഇവൻ എന്ത് ചെയ്യുന്നു? തന്റേതാക്കി മാറ്റുകയും എന്നിട്ട് കമ്പനി പറഞ്ഞതിനേക്കാൾ കൂടുതൽ 2 രൂപ കൂട്ടി വാങ്ങുകയും ബില്ലിൽ ഈ 2 രൂപ കുറച്ച് വാങ്ങുകയും കൂട്ടിയ ബില്ലിൽ കുറച്ച 2 രൂപ അവന്റെ പോക്കറ്റിലേക്കുള്ള ലാഭമാക്കി മാറ്റുകയും ചെയ്യും. ഇങ്ങനൊക്കെ ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. അവരൊക്കെ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. അപ്പോ ഒരു വസ്തുവിൽ 2 ഉറുപ്പികയായാലും 2 റിയാലായാലും ഇവനത് വഞ്ചന നടത്തി, അമാനത്തിൽ ലംഘനം നടത്തി വാങ്ങുന്ന പൈസയാണ്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ, ഇപ്പൊ കൂലിപ്പണിക്കാരനായി വിചാരിക്കുക, കൂലിപ്പണിക്കാരൻ 7 മുതൽ 3 മണി വരെ പണിയെടുക്കണം. അതിനിടയ്ക്ക് ഭക്ഷണത്തിനുള്ള സമയത്തിന്റെ ഒഴിവുണ്ട്, അല്ലെങ്കിൽ ളുഹർ നമസ്കരിക്കാനുള്ള സമയമുണ്ട്. അതൊരു നാട്ടുനടപ്പാണ്, അറിയപ്പെട്ട കാര്യമാണ്. അത് പണിയെടുക്കേണ്ട സമയമല്ല, റെസ്റ്റാണ്, നമസ്കരിക്കാനുള്ള സമയമാണ്. എന്നാൽ 7 മണി മുതൽ 3 മണി വരെ പണിയെടുക്കുന്നതിന് 800, 900, 1000, 1500, 2000, 3000, 5000 ഒക്കെ വാങ്ങുന്ന ആൾക്കാർ ഒരു ദിവസത്തെ കൂലി പറയുന്നത്. 5000 വാങ്ങുന്ന മനുഷ്യന്മാരുണ്ട്. സാധാ പണിക്കാർ, മരം വെട്ടുകാർ, മരം മുറിക്കുന്നവർ. അങ്ങനെയുള്ള ആള് സമയം കഴിഞ്ഞിട്ട് വരുന്നു. 7 മണിക്ക് ശേഷം വരിക, 3 മണിക്ക് മുന്നേ പോവുക. ഇത് അമാനത്തിൽ ലംഘനമാണ്. ഷെയ്ഖ് ഉസൈമീൻ പറയുന്നത് കാണാം, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവർ ഈ സമയനിഷ്ഠ പാലിക്കുന്നില്ല എങ്കിൽ ആ കൂലി വാങ്ങാൻ അവൻ അർഹനല്ല. കാരണം അവൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിച്ചില്ല. അതുപോലെ തന്നെ അദ്ദേഹം പിന്നെ ഒന്നുകൂടി വിശദീകരിക്കുന്നു. സൗദിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, സൗദി സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കച്ചവട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല, സർക്കാർ നിയമമാണ്. എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരായ ആളുകൾ മറ്റൊരാളുടെ ബിനാമിയാക്കിയോ വേറെ ഏതെങ്കിലും കോലത്തിലോ പേര് മാറ്റിയോ കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നു. ഈ കച്ചവടത്തിൽ കിട്ടുന്ന ലാഭം ഇവനെങ്ങനെ ഹലാലാകും? അവനറിയാം, സർക്കാർ എന്നോട് കച്ചവടത്തിൽ ഏർപ്പെടുന്നത് എന്ന് വിലക്കിയിട്ടുണ്ട്. എനിക്കുള്ള പണി സർക്കാരിന്റെ പണിയെടുക്കുക, ഞാൻ അതിന്റെ ശമ്പളം വാങ്ങുക. പക്ഷേ അതുള്ളതോടൊപ്പം തന്നെ അല്ലാത്ത സമയത്തും കച്ചവടം പാടില്ല എന്ന് നിയമമുണ്ടെങ്കിൽ ആ നിയമം സർക്കാരും
സംഘടനമായുള്ള അമാനത്താണ്, അത് പാലിക്കണം. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇവ എങ്ങനെയാണ് കച്ചവടം അനുവദനീയമാകുക? നമ്മുടെ നാട്ടിലുള്ള അങ്ങനത്തെ നിയമങ്ങൾ, ആ നിയമം ലംഘിക്കുന്നു. ഏൽപ്പിക്കപ്പെട്ട പണിയെടുക്കേണ്ട ഡ്യൂട്ടി സമയത്ത് ചാറ്റിംഗ് നടത്തുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വകാര്യമായ ഏർപ്പാടുകളിൽ മുഴുകെ, ഓഫീസ് വർക്കിന്റെ അടുത്ത് സ്വന്തം കാര്യം, അതപ്പം ചെയ്യാൻ പാടില്ല. അത് സർക്കാർ ഉദ്യോഗമാണെങ്കിലും അല്ലാത്ത ഉദ്യോഗമാണെങ്കിലും ഇങ്ങനെ പരിശോധിച്ച് നോക്കൂ, എല്ലാം എന്താണ്? അമാനത്താണ്. അവിടെയൊക്കെ സത്യസന്ധമായി നിർവഹിച്ചാൽ അവന് സദഖ ചെയ്ത കൂലി കിട്ടുന്നു, അമാനത്ത് പാലിച്ച അള്ളാഹുവിന്റെ അടുക്കൽ കൂലി കിട്ടുന്നു. ഇതൊക്കെ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ സംഘടന അല്ലെങ്കിൽ പള്ളി, മദ്രസ, കമ്മിറ്റികൾ, ഇങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അവിടെ പല സ്ഥലങ്ങളിൽ നമുക്കറിയാം പള്ളി കമ്മിറ്റിയുടെ അല്ലെങ്കിൽ മദ്രസയുടെ, സംഘടനയുടെ, സ്ഥാപനത്തിന്റെ ട്രഷററോ അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ആളോ സെക്രട്ടറിയോ ആകുമ്പോൾ ഈ സ്ഥാപനത്തിന്റെ പൈസ ഉപയോഗിച്ച് സ്വന്തമായി കച്ചവടം നടത്തുന്ന ആൾക്കാരുണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റില്ല, കച്ചവടം നടത്തുന്നു. ഇവന്റെ പൈസ ഉണ്ടല്ല, പള്ളി കമ്മിറ്റിന്റെ ഏത് കമ്മിറ്റിയാട്ടെ, കമ്മിറ്റിന്റെ പൈസ കൊണ്ട് ആളുകൾ കച്ചവടം ചെയ്യുന്നത്, എന്നിട്ട് ലാഭം ആരാ എടുക്കുന്നത്? ഇവനെടുക്കുന്നു. ഇത് ഹലാലാണോ? അല്ല, ഖിയാനത്താണ്. അപ്പോ ഏതും സംഘടനയാലും എന്തായാലും ശരി, തന്റേതല്ലാത്ത പണം കുഴപ്പമില്ല, കച്ചവടം നടത്താം കമ്മിറ്റിന്റെ അനുവാദ പ്രകാരം. ലാഭം കമ്മിറ്റിക്ക് കൊടുക്കണം, അല്ലെങ്കിൽ കമ്മിറ്റിയുമായി ഒരു ധാരണയിലെത്തണം. കമ്മിറ്റിന്റെ പൈസ ഞാൻ കച്ചവടം ചെയ്യാം, മേശയിൽ വെച്ചാൽ അങ്ങനെ കിടക്കുകയുള്ളൂ. അപ്പൊ ലാഭത്തിന്റെ ഇത്ര ശതമാനം കമ്മിറ്റിക്ക് തരാം, ബാക്കി ഞാൻ എടുക്കും, ഞാൻ ചെയ്യുന്ന അധ്വാനത്തിന്. അങ്ങനെ കരാറുണ്ടോ? പറ്റും. എന്നാൽ ഇതല്ലാതെ ഒരുപാട് ആളുകൾ, ഒന്നും രണ്ടെന്നല്ല, ഒരുപാട് ആളുകൾ ഇത്തരം പണം ഉപയോഗിച്ച് സ്വകാര്യ കച്ചവടങ്ങളും സ്ഥാപനങ്ങൾ നടത്തുകയും അതിന്റെ ലാഭം കൊയ്യുകയും ചെയ്യുന്നു. ഇത് ലാഭമല്ല കൊയ്യുന്നത്, നഷ്ടമാണ് കൊയ്യുന്നത്. പരലോകത്ത് അവിടെ ഈ പാലത്തിന്റെ മുകളിൽ മറ്റേ ആളുണ്ടാവും, ഏത് അമാനത്തുണ്ടാകും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സക്കാത്ത് ഹക്കോടുകൂടി ന്യായമായ നിലയ്ക്ക് പിരിച്ചെടുക്കുന്ന സക്കാത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ, സർക്കാർ നിശ്ചയിക്കുന്ന സക്കാത്തിന്റെ ഉദ്യോഗസ്ഥന്മാരായ ആളുകൾ, അവൻ ആ പണിക്ക് പോയി തിരിച്ചെത്തുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവനെ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അപ്പോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കുക. എത്രത്തോളം അൽ മുസ്തശാറു മുഅ്തമനുൻ. മുസ്തശാർ എന്ന് പറഞ്ഞാൽ ഉപദേഷ്ടാവ്. ഉപദേഷ്ടാവിന് അറബി പറഞ്ഞ പേരാണ് മുസ്തശാർ, കൂടിയാലോചന നടത്തപ്പെടുന്നവൻ. ഇപ്പൊ പല കമ്പനികളുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ ആളായി മുസ്തശാറായി നിയോഗിക്കപ്പെട്ട ആളുകൾ ഉണ്ടാവും, കമ്പനിയുടെ കാര്യങ്ങൾ കൂടിയാലോചിക്കാൻ. ആ കൂടിയാലോചനക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ മുഅ്തമനുൻ, അവനൊരു അമാനത്ത് ഏൽപ്പിക്കപ്പെട്ടവനാണ്. കാരണം എന്താ? ഇവന്റെ അടുക്കൽ വരുന്ന വീഴ്ച ഈ കമ്പനിയെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ആരാണ് ഏൽപ്പിച്ചത് അവരുടെ സംരംഭത്തെ ബാധിക്കുന്നു. അതുകൊണ്ട് അവൻ ആ നിർവഹണത്തിൽ വീഴ്ച വരുന്ന രീതിയിൽ ഒരു ഉപദ്രവവും അവനിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഇപ്പൊ യാത്ര പോകുന്ന ആളോടും, യാത്ര പോകുന്ന ആൾക്ക് വേണ്ടി യാത്ര അയച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, നാട്ടുകാർ, യാത്ര പോകുന്ന ആൾക്ക് അങ്ങോട്ട് നടത്തേണ്ടുന്ന പ്രാർത്ഥന നമുക്കൊക്കെ അറിയാം. അവിടെ എന്താ? അവിടെ ഒരു കാര്യം, നിന്റെ ദീനും നിന്റെ പ്രവർത്തനങ്ങളും നിന്റെ അമാനത്തും നിന്റെ കർമ്മങ്ങളുടെ അന്ത്യ ഫലങ്ങളുമെല്ലാം അള്ളാഹുവിൽ ഞാൻ നിക്ഷേപിക്കുന്നു. അസ്തൗദിഉല്ലാഹ ദീനക വഅമാനതക വഖമാതി മഅമലിക്. യാത്രയിൽ പ്രത്യേകിച്ച് അമാനത്ത് നഷ്ടപ്പെടും. അപ്പൊ നിന്റെ ദീന്റെ അമാനത്ത്, അല്ല നിന്റെ ദീൻ, നിന്റെ അമാനത്ത്, നിന്റെ പ്രവർത്തനങ്ങളുടെ അവസാനം അത് ഹൈറായി തീരുക, ഇതൊക്കെ നന്നാകട്ടെ എന്ന് നിന്നെ ഞാൻ അള്ളാഹുവിൽ ഏൽപ്പിക്കുന്നു. തിരിച്ചിങ്ങോട്ട് ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ പാഴായി പോകാത്തവനാരോ അവനെ നിന്നെയും ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് തിരിച്ചിങ്ങോട്ടും പറയാം. നോക്കൂ, ഒരു യാത്രയിൽ ഈ അമാനത്തൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത് പ്രത്യേകം അതും മറ്റു കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഈ കാര്യം ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, പൊതുകാര്യങ്ങളിൽ ഇടപെടുന്നവർ പ്രത്യേകിച്ചും ഈ കാര്യങ്ങൾ ഗൗരവത്തിലെടുക്കേണ്ടതുണ്ട്. അല്ലാത്തവർ ഒഴിവാന്നല്ല, അവന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. പൊതുകാര്യങ്ങൾ പ്രത്യേകിച്ച് ഒരു ചില്ലിക്കാശിന്റെ, ഒരു പൈസയുടെ പോലും അമാനത്തിന് വിരുദ്ധമായ പ്രവർത്തനം ഉണ്ടായാൽ ദുനിയാവിൽ ഉപകാരപ്പെട്ടേക്കാം, ഒരു പക്ഷേ പരലോകത്ത് ഉപകാരപ്പെടുകയില്ല എന്ന് മാത്രമല്ല, അത് നരകത്തിലെത്താനുള്ള കാരണമായി തീരും എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ അമാനത്തുള്ള വിശ്വസ്തരായ ഉദ്യോഗസ്ഥരും തൊഴിലാളികളും അധ്യാപകരും